ഹലോ മൈ ഡിയർ +1 സ്റ്റുഡൻസ്. വളരെ സങ്കടകരമായൊരു വളരെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടം. നമുക്കിട്ട് എങ്ങനെ പണിയാന്ന് നോക്കിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പണിയാൻ നോക്കുക. അതേപോലെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പണിയാൻ നോക്കുന്നത് ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസ ബോർഡാണ്, സ്റ്റേറ്റ് ബോർഡ്. എന്താ പറയാ, അങ്ങ് പണിയാ. ക്രിസ്മസ് എക്സാം തുടങ്ങിയ മുതൽ നമ്മളെ +1 കുട്ടികളെ പണിയുന്നുണ്ട്. എന്താ പണിയുണ്ട് +1 +2 അല്ലോ. എന്താ ഇങ്ങനെ ഉണ്ടോ ഒരു കുട്ടികളെ പണിയിൽ? ക്രിസ്മസ് എക്സാമിന് നോക്കുമ്പോൾ ഇത് എക്സാമിന്റെ പേപ്പർ നോക്കുമ്പോ പാറ്റേൺ മൊത്തം ഒരു അറിവും തരാണ്ട് മാറ്റിയിട്ട് നമ്മളപ്പാടങ്ങ് കുടുക്കിക്കാണ്. വല്ലാത്തൊരു കഷ്ടം. ഇപ്പൊ ഇതാ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ പറഞ്ഞാൽ ഇവരെന്തെന്നാ ഇത് എന്നാ പടക്കം പൊട്ടിക്കുന്നു. നിങ്ങൾ തിരികൊളുത്തി വടുന്നും പറഞ്ഞ് പൊട്ടാനി, തിരികൊളുത്ത ഹൈന്ന് പറഞ്ഞ് പൊട്ടുക. ഇതെന്താ എല്ലാത്തൊരു കൊലച്ചതി. ഭയങ്കര ഷട്ടപട എക്സാം തീർക്കുന്ന അല്ലാണ്ടെങ്കിലേ. മോഡൽ എക്സാമിന് ടൈം ടേബിൾ വന്ന് ഫെബ്രുവരി 17 തുടങ്ങിയാലേ നിങ്ങൾ കാണുള്ളൂ. പിന്നെ 21 അങ്ങ് തീരും. 17 21 സാധനം അങ്ങ് തീർത്ത് വെക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമൊന്നും തരുന്നില്ല. അപ്പടങ്ങ് തീർക്ക. എന്തെന്നാ ഇത് കഷ്ടാലോ. എക്സാമിന് ടൈം ടേബിൾ ഒന്നും അറിയില്ലേ? ടൈം ടേബിൾ ഇതാ ഞാൻ ഇവിടെ കൊടുത്തു. ഇതാ 17 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 തന്നെ എന്താ പരിപാടി അറിയാം? 2 എക്സാം ഞങ്ങൾക്ക് തരും. രാവിലെ നിങ്ങൾ വന്നിട്ട് എന്താക്കുക, നിങ്ങളെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ അറബിയോ മലയാളം ഏതാ എടുത്താന്ന് വെച്ചാൽ അതങ്ങ് പഠിച്ചോ, അതങ്ങ് ഇരിക്കും. ഉച്ചക്കോ ഒന്ന് ഇംഗ്ലീഷ് എഴുതണം. ഇപ്പൊ രാവിലെ മലയാളം, ഉച്ചക്ക് എന്താണ്, ഉച്ചക്ക് ഇംഗ്ലീഷ്. അതേ ടൈം 18-ാം തീയതി എത്തുമ്പോ രാവിലെ ബിസിനസ് സ്റ്റഡീസ്. ഇനിയിപ്പോ കോർ കോഴ്സ് ആയിട്ട് മാത്സിന് വരെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവർക്കാണോ ഉച്ചക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഴുതണം. ഉച്ചക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇത് എന്താ അല്ലേ? ഒരു ദിവസം തന്നെ 2 എക്സാം, പിന്നെ 2 എക്സാം. ഇതെന്താ വെള്ളരിക്കപ്പെട്ടു. നമ്മളെന്താടോ ഇത്? എന്താ പണ്ടത്തെ അമ്മ പറയും, ഒരു പഴഞ്ചൊല്ലുണ്ട്, തീരുമ്പം പണിതരം ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത അല്ല നീ വയറ്റിന്ന് വന്ന ദുരന്താൻ. അതേപോലെ നമ്മൾ ഈ ക്രിസ്മസിന്റെ പണി കഴിഞ്ഞ് ഒന്നും ഇതായിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് മോഡൽ എക്സാമിനോ ഫൈനൽ എക്സാമിനൊക്കെ പഠിക്കാന്ന് വെച്ച് നിൽക്കുമ്പോൾ നമുക്കിത് അടുത്ത പണി. തീരുമ്പം പണി തന്നുകൊണ്ടിരിക്കുക. അപ്പൊ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഭയങ്കര ആയിട്ടാ. ഇനി 18-ാം തീയതിയുള്ള എക്സാം കഴിഞ്ഞിട്ട് 19-ന് രാവിലെ എക്കണോമിക്സും ഉച്ചക്ക് അക്കൗണ്ടൻസിയും, പിന്നെ ഒരു ദിവസം ഗ്യാപ്പ്. എന്താണെന്നറിയില്ല, അവരോട് ഒന്ന് ഉറങ്ങിപ്പോയിട്ടാണ് തോന്നി എന്നാ ടൈമിലാറ്റോ. അങ്ങനെയാണ് ഒരു ദിവസം ഗ്യാപ്പ് വന്നിട്ട് 21-ാം തീയതി മാത്സ് വന്ന്. മാത്സ് കോറായിട്ടുള്ളവർക്കാണ് കുറച്ചൊരു എന്ത് കിട്ടുന്നത്, ലാഗ്. ഒരു ദിവസത്തെ ഗ്യാപ്പെങ്കിലും ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഷടപെടനാ. 17-ന് തുടങ്ങി രാവിലെ ഉച്ചക്ക് എക്സാം, രാവിലെ മലയാളം ഉച്ചക്ക് ഇംഗ്ലീഷ്. അങ്ങനെ 18-നാകുമ്പോ ബിസിനസ് സ്റ്റഡീസ് രാവിലെ, ഉച്ചക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്തവർ കുറച്ച് ബാക്കിയുണ്ട്. ഇനി 19-ന് വരോ എക്കണോമിക്സ് അക്കൗണ്ടൻസി, പിന്നെ 20 ചെറിയ റിലാക്സേഷൻ, 21-ന് വീണ്ടും മാത്സ്. എന്താടാ ഇത്? നമ്മളെ പണിയടിപ്പിച്ച് കൊല്ലുക. മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു എന്താക്കാണ്, മാർച്ച് എക്സാമിനുണ്ട് തയ്യാറെടുക്കലാണ്. പക്ഷെ ഇങ്ങനെ തയ്യാറെടുപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഹോസ്പിറ്റലാവില്ലടോ. എന്താ ഇത്? ഇങ്ങനെ തയ്യാറെടുപ്പിച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് ബോർഡിനോട് എങ്ങനെ തയ്യാറെടുപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇതാവൂലേ? അപ്പടെ ഒരു ഗ്യാപ്പോട്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് എക്സാം വെക്കുന്നതിന് ഇവർ ഓൾറെഡി ക്രിസ്മസിന് ഒരു പണി കൊടുത്തിന്, ഒരു പ്രഷർ കുട്ടികളൊക്കെ തലയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രഷറിന്റെ കൂടെ തന്നെയാണ് ഈ രണ്ടാമത് ഈ ഒരു പ്രഷറും കൂടി കൊടുക്കുന്നത്. കുട്ടികളെടോ താങ്ങാൻ പറ്റുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? ഇതെന്താ? ചെറിയ കുട്ടികളല്ലേ, 10-17 വയസ്സ് കുട്ടികൾ ഇങ്ങനെ പ്രഷർ കൊടുക്കണം. ക്രിസ്മസിന് ഓൾറെഡി മാത്സ് എക്സാം ടഫ് ആക്കിയിട്ട് ഓൾറെഡി ഇവർ അനൗൺസ് ചെയ്തേ മാർച്ചിനുള്ള എക്സാം ടഫ് ആയിരിക്കും, അതിനു വേണ്ടി പഠിക്കണം, മാർച്ചിനുള്ള എക്സാം ടഫ് ആയിരിക്കും. അങ്ങനെ ടഫ് ആണെങ്കിൽ എന്തോ കൊടുക്കണം? ഇവിടെ എക്സാമിന് ഇതെങ്കിലും കൊടുക്കണ്ടേ? ടൈം ടേബിൾ കുറച്ച് ഇതാക്കണം. ഇത് മോഡൽ എക്സാമിന് ഇങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രഷറും കൂടെ ഇങ്ങനെ താങ്ങും. അപ്പൊ എന്താക്കണോ? ഇനിയിപ്പോ നമുക്ക് പഠിക്കണം നിർബന്ധം. പഠിക്കണമെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം? പഠിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഫെബ്രുവരി 15-ന് മുമ്പേ നമ്മളത് തീർക്കണം. തീർത്തു കഴിഞ്ഞാലേ നമുക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. സോ ഫെബ്രുവരി 15-ന് മുമ്പേ തീർക്കണം. അപ്പൊ നമ്മൾ ട്രിപ്പിൾ നോക്കുന്നുണ്ട്, 0 to A+ കൊടുക്കുന്നുണ്ട്. 0 to A+, 4 സബ്ജക്റ്റ് കൊടുക്കുന്നത്: ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ്. അപ്പം ഈ ഒരു സബ്ജക്റ്റ് ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 5-ന് നമ്മൾ ഇതിന്റെ എന്താക്കും, എല്ലാ ചാപ്റ്റർ റിവിഷൻ ചെയ്യും. എല്ലാ ചാപ്റ്റർ എന്താക്കും, ഒന്നുകൂടി നമ്മൾ നല്ല ഫുൾ ആയിട്ടൊന്ന് പഠിക്കും. ഫെബ്രുവരി 5-ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് 6ഉം 7ഉം നമുക്ക് എന്താക്കാം, ലാംഗ്വേജ് പഠിക്കാം. 8 മുതൽ 15 വരെ 7 ദിവസം, 8 ദിവസം നമുക്ക് എന്ത് കിട്ടും? റിവിഷൻ ആയിട്ട് കിട്ടും. 4 സബ്ജക്റ്റിന് റിവിഷൻ കിട്ടും. ഒരു
ഇതിന് 2 ഡേ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി റിവിഷൻ കിട്ടും. സോ പഠിച്ചതിന് ഒന്നുകൂടി പഠിക്കുന്നതുകൊണ്ട് ഫെബ്രുവരി 15 നമുക്ക് എന്താക്കാൻ പറ്റും, കറക്റ്റ് തീർക്കാൻ പറ്റും. സോ ട്രിപ്ലൈയിൽ ആ ഒരു ഇത് ഫെബ്രുവരി 5 നമ്മൾ തീർക്കുന്ന ആ ഒരു കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, 6 കഴിഞ്ഞ് 8 മുതൽ 15 വരെയുള്ള റിവിഷൻ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു കറക്റ്റ് പഠിക്കാൻ പറ്റും. അപ്പൊ ആ 5 വരെയുള്ള ആ ഒരു പ്രോസസ് എന്നൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, 15 കറക്റ്റ് പഠിച്ചതാകാം. ആ 15 നിങ്ങൾ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 21 എക്സാം കഴിഞ്ഞിട്ട് ഒരു 22 ഗ്യാപ്പ് എടുത്തോ ഒരു ദിവസം, സമാധാനം. 23 പിന്നെയും പഠിച്ചു തുടങ്ങി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനത്തോടെ മാർച്ച് എക്സാമിന് നല്ല A+ തന്നെ നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഫെബ്രുവരി നമ്മൾ എന്താക്കൂ, നിങ്ങളെ വെറുതെ നിങ്ങളെ വിട്ടൊന്നും കളിയില്ല. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് മുന്നേയും കറക്റ്റ് ആ ഒരു ചാപ്റ്ററിന്റെ എല്ലാ സംഭവങ്ങളും ഒന്നും കൂടി ഞങ്ങൾ എന്താക്കി തരും, ഒന്ന് ഓടിച്ചിട്ട് എല്ലാ കാര്യം പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. എന്നാലും സ്റ്റേറ്റ് ബോർഡ് ചെയ്ത ഭയങ്കര ചതിയുണ്ട്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെങ്കിൽ പണിതാലും തിരിച്ചു പണിയുന്ന ടീംസാണ് നമ്മുടെ ഇപ്പത്തെ 2K കിഡ്സ്. അല്ല, 2K കിഡ്സിനെ പണിത് കഴിഞ്ഞാൽ തിരിച്ചെന്തായാലും പണി. ഞാനും 2K കേട്ടോ. അവൻ തിരിച്ചെന്തായാലും പണിയും ഉറപ്പാണ്. അപ്പൊ നമുക്ക് അവര് പണിതൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ച് കാണിച്ചിട്ട് ആ ഒരു പണിയെ നമുക്കൊരു പണിയല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ എന്താക്കും, ഒരു പണി കൊടുക്കും. ആ പണി നമ്മൾ എക്സാം പേപ്പറിലൂടെ മാർക്ക് വാങ്ങി എക്സാമിന് നന്നായിട്ട് പഠിച്ച് നന്നായി എഴുതിയിട്ട് എന്താക്കും, മാർക്ക് വാങ്ങും. സോ നമുക്ക് എന്തായാലും ടൈം ടേബിൾ ഒന്നും ഇനി പ്രഷർ അടിച്ചിരിക്കാൻ ടൈമില്ല, പഠിക്കാനുള്ള ടൈമാണ്. അതുകൊണ്ട് പഠിക്കുക. സ്റ്റേറ്റ് ബോർഡ് എന്തായാലും ചതിച്ചു, ബാക്കി നമുക്ക് എന്താക്കാം, എക്സാമിന് അവർക്ക് കാണിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും നല്ലോണം പഠിച്ച് നല്ലോണം എക്സാം എഴുതുക. ഓക്കെ.